ഭീകരാക്രമണമുണ്ടായ പഠാൻകോട്ട് വ്യോമസേനാ താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, പ്രധാനമന്ത്രി എപ്പോഴാണ് എത്തിയത്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ അവിടെ? ജിംഷാദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പത്താൻകോട്ടിലെ വ്യോമസേന തലവന്മാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൽ തന്നെ വ്യോമസേന താവളത്തിനകത്ത് ഭീകരർ എത്തിച്ചേർന്നതും ഇതിൽ തന്നെ വ്യോമസേന സൈനിക തലങ്ങളിൽ നിന്ന് പോലും സഹായം ഉണ്ടായിരുന്നു എന്ന NIA റിപ്പോർട്ടുകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പ്രധാനമായും ചർച്ച ചെയ്തത് എന്നാണ് അറിയുന്നത്. ഇതിൽ തന്നെ ഇനി കരസേന വിഭാഗവുമായി മോദി ചർച്ച ചെയ്യുന്നുണ്ട്. 30 മിനിറ്റുകൾക്കകം തന്നെ ഈ കരസേന മേധാവികളുടെ അടുത്തേക്ക് പത്താൻകോട്ട് വ്യോമതാവളത്തിന് സമീപത്തുള്ള കരസേന മേധാവികളുടെ അടുത്തിരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. ഇതിൽ തന്നെ സ്പെഷ്യൽ ബറ്റാലിയൻ ഫോഴ്സ് മേധാവികളുമായി മോദി ചർച്ച നടത്തും. ഈ ചർച്ചയിലും ഇത്തരത്തിൽ അതിർത്തി രക്ഷാ സേനാ തലവന്മാർക്കിടയിൽ നിന്ന് പോലും ഈ സേനയ്ക്കുള്ളിൽ നിന്ന് ഈ ഭീകരർക്ക് ഒരു സഹായം ഉണ്ടായി എന്ന സ്ഥിരീകരണത്തിൽ തന്നെയാണ് സേനാ തലവന്മാരുമുള്ളത്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തന്നെയാകും ഈ ചർച്ചയിൽ ഉന്നയിക്കുക. നിലവിൽ ഇപ്പോൾ NIA ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തിരുന്ന വ്യോമസേന തലത്തിലെ തന്നെ സഹായം നൽകിയെന്ന് ഭീകരർക്ക് സഹായം നൽകിയ ജീവനക്കാരനെ NIA കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ സ്ഥിരീകരണവും NIAയുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി ആരാഞ്ഞേക്കും. അതോടൊപ്പം ഈ തിങ്കളാഴ്ച ഈ ഗുരുദാസ്പൂർ SP യെ ദില്ലിയിൽ എത്തിക്കുമെന്നും ഒപ്പം നുണ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നും NIA വ്യക്തമാക്കിയിട്ടുമുണ്ട്. അജിംഷ.